ദിലീപ് കേസ് വിധി വന്നതോടെ കാര്യങ്ങളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. സെലിബ്രിറ്റി ഫാനുകളും പാതിവന്ത ജസ്റ്റിസ് വാരിയേഴ്സും നമ്മുടെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും കൂടി ഇതൊരു ദുരന്തമാക്കാനുള്ള പുറപ്പാടിലാണ്. ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ സ്വാഭാവികമായും വലിയ വികാര വിക്ഷോഭങ്ങൾ, ഔട്ട്റീച്ച് ഉണ്ടായി. പക്ഷേ ഈ നാട്ടിൽ ആളുകളെ ദേഷ്യം പിടിപ്പിക്കാൻ എളുപ്പമാണ്. കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കാനാണ് പാട്. ഹാഷ്ടാഗുകൾക്കും ഈ മോറൽ തിയേറ്ററിനും അപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കോടതികൾ നടക്കുന്നത് വൈബ്സ് വെച്ചല്ല. ജഡ്ജിമാർ പെട്ടെന്ന് 8-ാം പ്രതിയുടെ ഫാൻ ആയതുകൊണ്ടല്ല കേസ് പൊളിഞ്ഞത്. ഗൂഢാലോചന, കൺസ്പിറസി തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ വേണം. അയാൾ പവറുള്ളവനാണ്, അതുകൊണ്ട് അയാൾ തന്നെയാകും ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ സിനിമയിൽ നല്ല രസമായിരിക്കും. പക്ഷേ കോടതിയിൽ ആ ലോജിക്ക് ചെലവാവില്ല. എവിഡൻസ് ആണ് പ്രധാനം, അല്ലാതെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളല്ല. പ്രോസിക്യൂഷൻ കേസ് പകുതിയും മീഡിയ പ്രഷറിലും ധാർമ്മികതയിലും പബ്ലിക് മൊറാലിറ്റി കെട്ടിപ്പൊക്കിയതാണ് എങ്കിൽ ഡിഫൻസിന് അതിൽ ഓട്ട വീഴ്ത്താൻ എളുപ്പമാണ്. അതൊരു മോറൽ വിക്ടറി ഒന്നുമല്ല, അത് ലീഗൽ റിയാലിറ്റിയാണ്. 2. വിമർശിക്കാം, പക്ഷേ സ്ഥാപനങ്ങളെ തകർക്കരുത്. ഡോണ്ട് സബോട്ടാജ്. വിധി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കുന്നത് ഫ്രീ സ്പീച്ച് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ തെളിവൊന്നുമില്ലാതെ കോടതിക്ക് അഴിമതിയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന വക്കീലന്മാർ ചെയ്യുന്നത് അപകടകരമായ കളിയാണ്. ഇതൊരു ഡോഗ് വിസിലാണ്. ജനങ്ങളുടെ ദേഷ്യം ജഡ്ജിക്ക് നേരെ തിരിച്ചുവിട്ട് സ്വന്തം പ്രോസിക്യൂഷൻ പരാജയം മറച്ചു വെക്കാനുള്ള തന്ത്രം. ഇവിടെ സംഭവിച്ച അതാണ്. ഇത് ഫെമിനിസം അല്ല, നീതിയുമല്ല, വെറും രാഷ്ട്രീയ തന്ത്രമാണ്, പോപ്പുലിസ്റ്റ് മാനിപ്പുലേഷൻ. 3. ആൾക്കൂട്ട നീതിയല്ല. അത് പാകിസ്ഥാനിലെ അവസ്ഥയാണ്. വികാരഭരിതരായ ആൾക്കൂട്ടം, മോബ്സ്, കോടതികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഡ്യൂ പ്രോസസ് എന്നൊന്നില്ല. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീതിക്ക് പകരം സ്ട്രീറ്റ് പവർ ഭരിക്കും. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി വിധി തീരുമാനിക്കുന്ന അവസ്ഥ വരും. പാകിസ്ഥാനിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടമില്ലാത്ത വിധി വന്നാൽ കോടതിയിലേക്ക് കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് നമ്മളും എത്തും. അംബേദ്കർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യത്തിന് നമ്മൾ അത്ര പരുവപ്പെട്ടിട്ടില്ല എന്ന്. ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് പബ്ലിക് ഒപ്പീനിയൻ അല്ല, റൂൾ ഓഫ് ലോ ആണ്. അതിനെ തകർത്താൽ ജനാധിപത്യം ആൾക്കൂട്ടത്തിന്റെ കളിപ്പാവയാകും. 4. കോടതിയെ ലക്ഷ്യം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു സേഫ്റ്റി ലോക്കാണ്. കോടതിയെ തെറി വിളിക്കാൻ ഫ്രീ സ്പീച്ച് ഉപയോഗിക്കുന്നവർക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല. നാഗരികതയ്ക്കും അരാജകത്വത്തിനും, അതായത് സിവിലൈസേഷൻ വേഴ്സസ് അനാർക്കി അല്ലെങ്കിൽ ഖെയോസ് ഇടയിൽ നിൽക്കുന്ന ഒരേയൊരു മതിലാണ് കോടതി. അത് തകർത്താൽ പിന്നെ കളിയില്ല, യുദ്ധം മാത്രം. റഫറി ഇല്ലാതെ എന്ത് കളി. 5. അതിജീവിതയുടെ കാര്യമോ? അതിജീവിതയ്ക്ക് പിന്തുണ, സോളിഡാരിറ്റി കൊടുക്കാൻ നീതിന്യായ വ്യവസ്ഥയെ കത്തിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം പരാജയപ്പെട്ടെങ്കിൽ അപ്പീലിന് പോകണം, അതാണ് വഴി. പ്രോസിക്യൂഷന് പിഴച്ചെങ്കിൽ സിസ്റ്റം നന്നാക്കുകയാണ് വേണ്ടത്, അല്ലാതെ വികാര പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നു എന്ന് പറഞ്ഞ് ഹിസ്റ്റീരിയ ഉണ്ടാക്കുന്നത് അടുത്ത സ്ത്രീക്ക് കൂടി നീതി കിട്ടാതിരിക്കാനേ ഉപകരിക്കുകയുള്ളൂ.